ഇനി ചെമ്മീൻ റോസ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ചെമ്മീൻ പെരട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ചെറിയ ചെറിയ ചെമ്മീൻ കേട്ടോ. എങ്ങനെയുണ്ട് ഇവിടെ? നല്ലൊരു കളറൊക്കെ അല്ലേ? കഴിച്ച് നോക്കട്ടെ ഉള്ളി മസാലയൊക്കെ കൂട്ടിയിട്ട്. നല്ല മഴയത്ത് നനഞ്ഞോണ്ട് ചൂടുള്ള ചോറ് തന്നെ അടിപൊളി. ഈ മസാല ഒരു രക്ഷയില്ല കേട്ടോ. ഇല മടക്കിയിട്ടും അടിപൊളി. മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം. മസാല സെറ്റ്. ഒന്നും മതി ഇപ്പോഴത്തെ വില വെച്ചിട്ട്. പിന്നെ പായസം ഉണ്ട് കേട്ടോ, അത് കുടിച്ചോട്ടെ. എന്താ നോക്കട്ടെ. അത് നല്ല ഫ്രഷാണ്, പക്ഷെ ഇപ്പോഴത്തെ വിലയാണ് ഭയങ്കര. അവളെ ഇന്ന് നമ്മൾ കോഴിക്കോടാട്ടുള്ളത്. കോഴിക്കോട് ഒരു മാങ്കാവ് നിന്ന് നമ്മൾ പന്തീരാങ്കാവിലേക്ക് പോകുന്ന റൂട്ടുണ്ട്, മാത്ര റൂട്ട്. അവിടെ ഉച്ച സമയം നല്ലൊരു വീട്ടിലൂണ് കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ്. അപ്പോൾ കുറേ ബോർഡ് എല്ല് കറി, ചിക്കൻ പരട്ട്, ചെമ്മീൻ പരട്ട് ഒക്കെ ബോർഡിൻ്റെ ബെസ്റ്റ് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മഴ ആയതുകൊണ്ട് മാത്രം കയറിയതാണ്. വേറെ വഴിക്ക് പോവുമായിരുന്നു. അപ്പോൾ കയറി ഇരുന്ന് ഉച്ച സമയം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നല്ല ഒരു കളറ് നല്ല രസമുണ്ട് കാണാൻ. പെട്ടെന്ന് തന്നെ ചോറൊക്കെ വരുന്നുണ്ട്. ഐറ്റംസൊക്കെ പെട്ടെന്ന് തന്നെ പപ്പടം കൊണ്ടുവച്ചിട്ടുണ്ട് ആദ്യം തന്നെ. പിന്നെ കൊണ്ടാട്ടമുളക് വന്നിട്ടുണ്ട്. പിന്നെ ഉപ്പേരി അങ്ങനത്തെ സാധനങ്ങൾ. ഒരു അച്ചാർ കാണുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ഒരു മഞ്ഞ കളറുള്ള സാധനം എന്തൊക്കെയോ കാണുന്നുണ്ട്. പക്ഷെ പപ്പടം അങ്ങനെ ആദ്യം വെക്കണ്ടായിരുന്നു അല്ലേ? ശരിക്കും പപ്പടം ആദ്യം വെച്ചെന്ന് നനഞ്ഞു പോകാനൊക്കെ ചാൻസ് ഇല്ലേ? അപ്പോൾ ശരിക്കും ചോറ് വിളമ്പി കഴിഞ്ഞിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. 4 ഐറ്റംസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഒക്കെ സ്പീഡ് പരിപാടി കേട്ടോ. ചോറ് വന്നിട്ടുണ്ട്. നല്ല മഴയത്ത് നനഞ്ഞുകൊണ്ട് ചൂടുള്ള ആവി പറക്കുന്ന ചോറൊരു സുഖം തന്നെയാണ്. കുറച്ച് ചോറ് മതി. ഈ കറിയൊക്കെ വന്നാൽ നമുക്ക് തുടങ്ങാം. മീൻകറി അല്ല, സാമ്പാർ കേട്ടോ വന്നാൽ ആദ്യം. നോക്കട്ടെ. നല്ല കഷ്ണമൊക്കെ ഉള്ള സാമ്പാർ കേട്ടോ. കുറേ കാലമായി സാമ്പാർ കൂട്ടിയിട്ട് അടിപൊളി. എന്താ മീൻകറി അവിടെ? ഇപ്പം മീൻ ചാറ് കേട്ടോ. കഷ്ണമൊന്നും കുടുങ്ങിയില്ല. പിന്നെ സ്പെഷ്യൽ ഐറ്റംസും വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും മത്തി പറഞ്ഞിട്ടുണ്ട്. മത്തി ഉണ്ട്, നല്ല മത്തിയാണ്, നല്ല ടേസ്റ്റ് അല്ല. അപ്പോൾ എന്തായാലും എപ്പോഴും പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ച് ഭയങ്കര വിലയായിരിക്കും മത്തിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി സാമ്പാർ കൊണ്ടുവച്ചിട്ടുണ്ട്. സാമ്പാറല്ല, നമ്മളെ പായസം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. 60 രൂപയുടെ ഊണൊക്കെ ആകുമ്പോൾ എല്ലായിടത്തും പായസമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് എത്തിയിട്ടുണ്ട് 2 കപ്പിലായിട്ട് പായസം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മത്തി ഒന്ന് മതി നമ്മളെ മത്തി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ, ഭയങ്കര വിലയായിരിക്കും. വില അവസാനം പറഞ്ഞാലും നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും കഴിച്ചു പോയിട്ടോ. നല്ല ചൂടുള്ള സാമ്പാറും നല്ല ചൂടുള്ള ചോറും അതിങ്ങനെ കൂട്ടി കുറേ കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ. എന്തായാലും അതിങ്ങനെ മിക്സാക്കി അങ്ങോട്ട് കഴിക്കുക. അത് തന്നെ നോക്കട്ടെ. സാമ്പാർക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി സാമ്പാർ സൈഡ്. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി നമ്മളെ ചെമ്മീൻ റോസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? കാണാൻ നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും കഴിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം. ലൈഫ് തുടങ്ങിക്കോട്ടെ. കാണാൻ നല്ല ലുക്ക് ഉണ്ട് എല്ലാവരും. മസാലയൊക്കെ കറിവേപ്പിലെല്ലാം കൂടി ആക്കിയിട്ട്. അത് ഞാൻ ഈ മീൻകറി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ, പിന്നെ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. മീൻകറി അങ്ങനെ മിക്സാക്കി കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ നമുക്കിത് നോക്കാം. ചെമ്മീൻ റോസ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഉള്ളിയൊക്കെ നന്നായിട്ട് വേവിച്ചിട്ട് കേട്ടോ. ചെറിയ ചെമ്മീൻ കേട്ടോ. കേട്ടതാ, ചെറിയ വലിയ കൊഞ്ചൊന്നുമല്ല, ചെറിയ ചെമ്മീനില്ലേ. കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇത് അടിപൊളി സാധനം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ആ ചോറിൻ്റെ കൂടെ ഒന്ന് കൂട്ടി എടുത്തു നോക്കട്ടെ. അങ്ങനെ കൂടെ ഇട്ടിട്ട് കുറച്ച് ചോറൊക്കെ കൂടെ കൂട്ടി ആ ഒരു മസാലയെല്ലാം കൂടി കൂട്ടിയിട്ട് ആ ഒരു പച്ച വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ശൈലയുണ്ട് കേട്ടോ. ആ പച്ച വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട് ചെമ്മീൻ റോസ്റ്റിൻ്റെ മുകളിൽ. രസമായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ചെമ്മീൻ റോസ്റ്റും നല്ല സാമ്പാറായിരുന്നു കേട്ടോ. അതിങ്ങനെ ചോറിൻ്റെ കൂടെ കൂട്ടി ഇങ്ങനെ എടുത്ത് കഴിക്കാം. കണ്ടല്ലോ, ആ ഒരു പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ഈ ഒരു മസാല, ഈ ഒരു കറിവേപ്പില, ഉള്ളിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് അതിൻ്റെ കൂടെ കൊണ്ട് ജെല്ലായി പോയിട്ടുണ്ട് മസാല. ഒരു മസ്റ്റായിട്ട് ഇവിടെ ഈ വീഡിയോ കണ്ടിട്ട് ആരും പോകുന്നുണ്ട്, ഒരു മസ്റ്റേ സ്പോട്ടാട്ടോ. സ്പോട്ടല്ല, ആ ചെമ്മീൻ റോസ്റ്റ് മസ്റ്റാണ്. പിന്നെ കുറേ സൈഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് മീൻ നമ്മളെ മത്തി സ്പെഷ്യൽ എപ്പോഴും വാങ്ങുന്നതാണല്ലോ. അതൊന്ന് കഴിച്ചു നോക്കാം. ഇപ്പം നമുക്ക് മാർക്കറ്റ് റേറ്റ് ഭയങ്കരമാണ് മത്തി. അപ്പോൾ മത്തീൻ്റെ വില പറഞ്ഞിട്ട് കാര്യം, നല്ല റേറ്റാണ്. അത് കൂട്ടിക്കൊണ്ട് കഴിക്കുക തന്നെ. പക്ഷേ മത്തി ടേസ്റ്റാണ്. ഫ്രഷ് മത്തിയാണെങ്കിൽ അതിലും ടേസ്റ്റ് വേറെ ഒന്നുമില്ല അല്ലേ. അതിങ്ങനെ ഡീപ് ഫ്രൈ ചെയ്ത് ചേട്ടത്, ഷാലോ ഫ്രൈ എല്ലാം തോന്നുന്നു. അടിപൊളി. മത്തി എന്താ നല്ല ഫ്രഷാണെങ്കിൽ നമുക്ക് മത്തി ഫുള്ളായിട്ട് കഴിക്കാമല്ലോ അല്ലേ. അപ്പോൾ അതാണ് സംഭവം.
പിന്നെ സൈഡ് ഐറ്റംസ് അച്ചാറുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് വൈഫ് പറ അതൊന്ന് കഴിച്ചു മഞ്ഞ കളറിലാണ് കേട്ടോ. നല്ല അടിപൊളി സാധനം കേട്ടോ. എനിക്ക് തോന്നുന്നു മാങ്ങാ പുളിശ്ശേരി അങ്ങനത്തെ ഒരു സാധനമില്ലേ, പേര് എനിക്കറിയില്ല. അടിപൊളി ടേസ്റ്റ് അതിന്. അതും ആ ചെമ്മീൻ റോസും വേറെ ലെവല് സാധനം കേട്ടോ. പപ്പടം എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് നല്ല ഫിനിഷ് ചെയ്തേക്കട്ടെ. അപ്പോൾ 60 രൂപയ്ക്ക് നല്ലൊരു ഊണ് കേട്ടോ. എല്ലാ സാധനങ്ങളും മീൻകറി ഒഴികെ ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ സാധനം നോക്കിയാണ്. മോരുണ്ട്, മോരവിടെ ഉണ്ട്. പക്ഷേ ഈ ചെമ്മീൻ റോസ്റ്റ് വേറെ സെറ്റ്. ഞാൻ മോരും കൂടി കൂട്ടി നമുക്ക് ഫിനിഷ് ചെയ്തേക്കാം. അപ്പോൾ അതെല്ലാം കൂടി അങ്ങോട്ട് ഫിനിഷ് ചെയ്യട്ടെ. അവസാനം കുറച്ച് മോരങ്ങോട്ട് കുടിക്കാം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. ഇനി മെല്ലെ മോരും ഒന്ന് ഫിനിഷ് ചെയ്തേക്കട്ടെ. ആ മോരും കൊണ്ട് കുടിച്ച് ബാക്കിയെല്ലാം കൂടി ഇങ്ങനെ ഇല ക്ലീനാക്കി കഴിച്ചാൽ അറിയാലോ നല്ല ഊണ് നല്ല ഫുഡാണ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റൂലല്ലോ. അതാണ് പ്രത്യേകത കേട്ടോ. അപ്പോൾ നല്ലൊരു സ്പോട്ടാട്ടത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനൊക്കെ അവസാനം പറഞ്ഞുതരാം. ആഡ് ചെയ്യാം. നമ്മളെ കോഴിക്കോട് ഭാഗത്ത് തന്നെയാണ്. ഞാൻ കാണിച്ച റോഡ് മുന്ന് കാണിച്ചു തരാം വീഡിയോ കറക്റ്റ് ലൊക്കേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. പിന്നെ നമുക്ക് ആ പായസം കൂടി ഒന്ന് കുടിച്ചു നോക്കട്ടെ. എന്തത്തെ പായസം നോക്കാം. ഉണ്ടല്ലേ, ഗോതമ്പിൻ്റെ ആ സാധനം തോന്നുന്നു. എന്തായാലും നല്ലൊരു പായസം കേട്ടോ. മൊത്തത്തിൽ അടിപൊളി. നമുക്ക് പറ്റിയാലേ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യട്ടോ. ഇവിടുന്ന് ഡെല്ലി കറിയൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴല്ല, നമുക്ക് പിന്നെ ഒരിക്കലും ഒരു മുൻകൂട്ടി നേരത്തെ പറഞ്ഞിട്ടൊന്നുമില്ല, പെട്ടെന്ന് പോയി ചെയ്തതല്ല. അപ്പോൾ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ. വേറെ ലെവല് സാധനം ഒന്ന് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ട് ആ ഒരു പച്ച വെളിച്ചെണ്ണ മുകളിൽ ആഡ് ചെയ്തതിൻ്റെയൊക്കെ നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോളേ പിന്നെ ചാനൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കൊക്കെ അടിച്ച് പോകണം കേട്ടോ. അതൊക്കെ എല്ലാവരും ഒരു ഭംഗി എന്ന് പറയാം. സ്പോട്ട് നമ്മൾ കോഴിക്കോട് മാങ്കാവ് നിന്ന് പന്തീരാങ്കാവിലെ പോകുന്ന റൂട്ടില്ലേ, അവിടെ മാത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് വീട്ടിലെ ഊൺ ഇത്രയിപ്പോൾ ഓക്കെ. പിന്നെ നമ്മൾ മുന്നേ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ട് നമ്മൾ കോഴിക്കോട് ഹാർബറിലൊക്കെ പോയിട്ടുള്ള കുറേ മീൻ്റെയൊക്കെ അത് കാണാത്തതുകൊണ്ട് കണ്ടു. നല്ല ഒരു അടിപൊളി വീഡിയോ. കുറേ ബോട്ടിങ്ങും ഈ വഞ്ചിയൊക്കെ ഇല്ലേ, ഇപ്പോൾ വഞ്ചീൻ്റെ സമയമാണല്ലോ ട്രോളിങ് ആയതുകൊണ്ട്. അപ്പോൾ നല്ല മഴയത്തൊക്കെ നല്ല അടിപൊളി കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ എൻ്റെ അവസാനം ആഡ് ചെയ്യുക, ഒന്ന് കണ്ടു വെക്കാൻ കേട്ടോ. കുറേ മീനിൻ്റെ കാഴ്ചകളും വഞ്ചീൻ്റെ ബോട്ടിൻ്റെ ഒക്കെ കാഴ്ചകളൊക്കെ ആയിട്ടുള്ള 1-2 വീഡിയോസ് ഉണ്ട് നമ്മളെ ചാനലുണ്ട്, കണ്ടു നോക്കി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും നമ്മളെ ചാനലൊന്ന് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. അപ്പോൾ ശരി, ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.